ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സേഫ് ആയിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെവിടെയും കാര്യമായിട്ട് മഴയും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ വെയിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സ്കൂളിലൊരു ദിവസമാണ്. ഇത് ഏകദേശം ഒരു ബുധനാഴ്ച ചൊവ്വാഴ്ചയൊക്കെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായി എഡിറ്റ് ചെയ്യാനങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാ കഷ്ണങ്ങളുള്ള ഒരു സാമ്പാറൊന്നുമല്ല, പരിപ്പും സാമ്പാർ പൊടിയും കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറായല്ലോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു പീസ് കുമ്പളങ്ങ, പിന്നെ നമ്മളൊരു 2 വെണ്ടയ്ക്ക, തക്കാളി, സവാള, അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ പിന്നെ ഒരുപാട് കഷ്ണത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് രാവിലേക്ക് മാത്രമാണ് കേട്ടോ വെക്കുന്നത്. ചട്നി ഉണ്ടാക്കുന്നതിന് പകരം ഒരു സാമ്പാർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുകയും ചെയ്യാമല്ലോ കറിയായിട്ട്. അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കറിൽ നമ്മൾ പരിപ്പൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. കുതിർന്ന ശേഷം പിന്നെ ഒരു വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ട് പച്ചക്കറിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് കുക്കറിൽ വെച്ച് കൊടുക്കുകയാണ്, ഗ്യാസിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫൈസി കുട്ടി മദ്രസിൽ പോയിട്ടുണ്ട്. ഫാദ് കുട്ടി എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 7 മണി 7:30 അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി പാലെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ട് നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തെ ഫ്രണ്ടിൽ, അതായത് ഇങ്ങോട്ട് വരുന്ന വഴീൻ്റെ അവിടെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി വരുന്നില്ല, പാല് കൊണ്ടുവരുന്ന ആളുടെ വണ്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തറവാടിൻ്റെ ഇപ്പുറത്തെ വീട്ടിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയി എടുത്തുകൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും കൂടി ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓയിലും വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും എല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ലൊരു പണിയും കൂടി കിട്ടി. പാല് രാവിലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പാല് പൊന്തി പോകില്ല, പക്ഷെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ പോകും കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഇന്നലെ രാത്രി നമ്മൾ വാങ്ങിച്ച മാവായിരുന്നു, പക്ഷെ എന്തോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പുളിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ രാത്രി ദോശ ഉണ്ടാക്കിയപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി പുളിച്ച് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളച്ച സമയത്ത് ഞാൻ വിചാരിച്ചു അടുപ്പിൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അരി റേഷനരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പാല് തിളപ്പിച്ചിട്ട് വൈകുന്നേരത്തേക്കുള്ള പാല് മാറ്റി വെച്ചു. ബാക്കിയുള്ള പാലിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ഇവിടെ കുറച്ച് ചായ മതി കേട്ടോ. ഫൈസി കുട്ടിക്ക് ചായ കുടിക്കും, ഞാനും കുടിക്കും. അപ്പോൾ അത് കുട്ടി അങ്ങനെ ചായ, പിന്നെ ചായയിൽ മധുരം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫൈസി കുട്ടി വരുമ്പോഴത്തേക്കും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ ഇഷ്ടപ്പെട്ട കാർട്ടൂണൊക്കെ ഇട്ടിട്ട് അവന് കൊടുക്കാമല്ലോ. അപ്പം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫാദുക്കുട്ടി നല്ല ഉറക്കമാണ്, വിളിക്കണമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു കേട്ടോ. പിന്നെ എന്തായാലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു കരച്ചിലും ബീച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നേരത്തെ എനിക്ക് കരച്ചിലും ബീച്ചിലൊക്കെ കാണാൻ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാനിരുന്നു. അപ്പോഴത്തേക്കും വെള്ളം ഞാൻ ദോശ ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അരി ഇട്ടിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അരി ഏകദേശം വേവുമല്ലോ. അങ്ങനെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഫൈസി കുട്ടി വന്നു, ചായയൊക്കെ കൊടുത്തു. അത് കുട്ടി ഇപ്പം നീച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. കാക്കുൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കാണ്. പിന്നെ നമ്മളെ ചോറൊക്കെ വേവാനായിട്ടുണ്ട്. ഇനി മീൻ നന്നാക്കാനുണ്ട്. ഇത് രാവിലെ തന്നെ നന്നാക്കി വെച്ചാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞ് കിട്ടിയല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് കിളിമീനാണ് കേട്ടോ, വലിയ കിളിമീനാണ്. അങ്ങനെ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചു, മക്കളെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു, കുളിപ്പിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഫാദു കുട്ടിക്കുണ്ടല്ലോ ഇപ്പോൾ ഉടുപ്പും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഒക്കെ ഫൈസിൻ്റെ പഴയ ഷർട്ട് ഉണ്ടല്ലോ, പഴയതല്ല, ഫൈസി 1-2 തവണ ഇട്ടപ്പോഴത്തേക്കും അവന് ചെറുതായി പോയിട്ട് ബട്ടൺസൊക്കെ ടൈറ്റ് ആയിട്ടുള്ള കുറേ ഷർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഫൈസിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു കേട്ടോ. ഒരു 3 വയസ്സ് വരെ ഒന്നും അധികം അവന് തടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് കുറച്ചൊന്നും ഉഷാറായി കേട്ടോ. കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ തന്നെ മക്കൾ ഒന്ന് നന്നാവും. കാരണം ഈ വെയിലും മണ്ണും പൊടിയും ഒന്നും ആവുന്നില്ലല്ലോ. കൂടുതൽ സമയം സ്കൂളിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ശരീരം ഒന്നും നന്നാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ വീട്ടിലൊക്കെ വന്ന സമയത്ത് അവന് ഇട്ട ഡ്രസ്സൊന്നും ഇപ്പം അവന് പാകാവണില്ല കേട്ടോ. ചില ഷർട്ടൊക്കെ 1-2 വട്ടം ഇട്ടിട്ടുള്ളൂ, പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഷർട്ടുകൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫാദുക്കുട്ടി ഇപ്പോൾ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാറുണ്ട് കേട്ടോ. അവൾക്ക് ഒരു വട്ടം ഇട്ട് കൊടുത്തിട്ട് ശേഷം പിന്നെ അവൾ പറയുന്നത് എനിക്ക് പോക്കറ്റുള്ള പാൻറ് മതി, കാക്കുവിൻ്റെ പാൻറ് മതി എന്ന് പറയുന്നത് കേട്ടോ.
അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ ഫൈസിക്കുട്ടി ടൈം ടേബിളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കും കേട്ടോ. ആദ്യം ഞാൻ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം പിന്നെ ഞാൻ അവനെ കൊണ്ട് ടൈം ടേബിൾ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇംഗ്ലീഷ് മലയാളം മാക്സിമം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ടെക്സ്റ്റ് നോട്ടൊക്കെ എടുക്കും കേട്ടോ. നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ഈ ഒരു ടൈമില്ലാത്ത സമയത്തൊക്കെ രാവിലെ എല്ലാം നമ്മൾ തന്നെ പിന്നാലെ നടന്ന് ചെയ്യുന്ന സമയത്ത് നല്ല ലേറ്റായി പോകും. അപ്പോൾ അതൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കുക. പിന്നെ യൂണിഫോം ആണെങ്കിലും ഒക്കെ തന്നെ ഇടുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാനൊന്ന് ശരിയാക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ റെഡിയായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇനി നമ്മുടെ ഫൈസിക്കുട്ടീനെ കയറ്റി വിടണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാദിക്കുട്ടീനെ അംഗനവാടിയിൽ കൊണ്ടാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി വീട്ടിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഇന്നങ്ങനെ കാര്യമായിട്ട് പണികളൊന്നും ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ മക്കളെയൊക്കെ കൊണ്ടുവിട്ട് വന്നു. നമ്മൾ കിച്ചണിൻ്റെ അവസ്ഥയാണിത്. മാക്സിമം ഞാനിത് രാവിലെ തന്നെ ക്ലീൻ ആക്കിയിടാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് പറ്റിയില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയതുകൊണ്ട് തന്നെ വന്ന സമയത്ത് ഇതായിരുന്നു അവസ്ഥ. വന്നിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഫോണിൽ കളിച്ചിരുന്ന് ഒരു 11 മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നത്. അങ്ങനെ അത് ആ പാത്രങ്ങളെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ആ ഒരു വലിയ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ വറുക്കാനുള്ള മീനൊക്കെ ഒന്ന് മസാല ഇട്ട് വെക്കുകയാണ്. ബാക്കി കറി വെക്കാനും കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻ കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ തമ്മിൽ എടുക്കാനുള്ള ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള പോസിങ് ആണ് കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതേപോലെയുള്ള ഡേ ഇൻ ലൈഫ് വീഡിയോസൊക്കെയാണ് ഇടുന്നത്. കുക്കിംഗ് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുക്കിംഗ് ഒന്നും കാണാനില്ല അല്ലേ. എല്ലാവരും ചോദിക്കലുണ്ട് എന്താണ് ഇപ്പോൾ ഡേ ഇൻ ലൈഫ് മാത്രം ഇടുന്നതെന്ന് പറഞ്ഞിട്ട്. വേറെ ഒന്നുമല്ല, നമ്മളെ കുക്കിംഗ് വീഡിയോസിനേക്കാളും വ്യൂസ് കിട്ടുന്നത് ഈ ഒരു ഡേ ഇൻ ലൈഫ് പോലത്തെ വ്ളോഗ്സിനാണ്. അതുകൊണ്ടാണ് ഇതിടുന്നത്. പിന്നെ കുക്കിംഗ് വീഡിയോസ് ഇടാത്ത വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ട്രൈപോഡ് ഇല്ല. കുക്കിംഗ് തീരുന്നവരെ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഫോണ് വെക്കാനും പറ്റുമല്ലോ. പിന്നെ അത് മാത്രമല്ല, നമുക്കതിനെന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കണ്ടന്റും വേണമല്ലോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് ഇടാതെ ഈ ഒരു വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടം. കാരണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും കൂടുതൽ പേര് കാണുന്നത് ഇങ്ങനത്തെ വീഡിയോസാണ്. അതുകൊണ്ടാണ് ഇതിടുന്നത്. പിന്നെ നമുക്ക് വാച്ച് അവർ കിട്ടുന്നതും കൂടുതലും ഇങ്ങനത്തെ വീഡിയോസിനാണ് കേട്ടോ. കാരണം മാക്സിമം കുക്കിംഗ് വീഡിയോസ് എന്ന് പറയുമ്പോൾ എനിക്ക് ടൈം ഒരുപാടുള്ള കുക്കിംഗ് വീഡിയോസ് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടൈം കുറഞ്ഞ വീഡിയോസ് ആയിരിക്കും കേട്ടോ ഞാൻ കാണാം. അതുപോലെ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും. ഒരു മാക്സിമം ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെ മേലൊന്നും ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടാറില്ല. എങ്ങനെയെങ്കിലും ഞാൻ കുറക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ ബോറാണോ എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ നമ്മൾ മീൻകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പയറുപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ. പയർ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. സത്യമായിട്ട് എനിക്ക് പൊട്ടിച്ച് വെക്കാൻ അറിയില്ല കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഉമ്മ ഇങ്ങനെ പൊട്ടിക്കിട്ടോ. അപ്പം ഞാൻ അടുത്തിരുന്ന് ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കുമ്പോൾ അത് പൊട്ടേയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ കത്തി വെച്ചിട്ടായിരിക്കും. അപ്പം ഉമ്മ പറയും പയർ കത്തി കൊണ്ട് അരിഞ്ഞാൽ ടേസ്റ്റ് കിട്ടൂല, കൈ കൊണ്ട് പൊട്ടിച്ച് വെക്കണം എന്ന് പറയും കേട്ടോ. അപ്പം ഇന്ന് ഞാനൊന്ന് അങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ. ഉള്ളിയൊക്കെ താളിച്ചിട്ട് തൂമിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് അടിച്ചോരിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മീൻകുട്ടന്മാരതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഞാൻ അവർക്ക് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീറ്റയ്ക്കൊന്നും പഞ്ഞല്ല കേട്ടോ. ഇവിടെ ഓരോരുത്തരായിട്ട് തീറ്റ ഇട്ട് കൊടുക്കും കേട്ടോ. ഫാദുവിൻ്റെ ഒരു ഐറ്റം, ഫൈസിൻ്റെ ഒരു ഐറ്റം, പിന്നെ എൻ്റെ ഇക്കാൻ്റെ എല്ലാവർക്കും തീറ്റ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ കനാലിൽ നിന്ന് പിടിച്ച മീനുകളാണ് കേട്ടോ. നമ്മൾ വാങ്ങിയ മീനിനൊക്കെ നമ്മുടെ മുഴിയാശം തിന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇത് മൊത്തം കനാലിലത്തെ മീനാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലോണം വളർന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാം തിന്നുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇറച്ചീൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പീസുകൾ. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ കുഞ്ഞു പീസൊക്കെ നമ്മൾ നെയ്യിൻ്റെ പീസൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ അടിച്ചു വരി കഴിഞ്ഞു, ഇതാ തുടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ 2 റൂമും കാര്യങ്ങളും തുടക്കണ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. എല്ലാ ഭാഗവും തുടക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ തുടയ്ക്കാനൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറേ നാളായി നമ്മൾ ഫേസിൽ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിനുള്ളൊരു ടൈമൊക്കെ ഉണ്ട്, ഒരു എന്താ പറയുക മടി അതന്നെ. പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇടുകയാണെങ്കിൽ ഇവർക്കൊക്കെ വേണം അങ്ങനെയൊക്കെ ആണ് കേട്ടോ. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ തേക്കുന്നൊക്കെ ഇവർക്കും ദേഷ്യം കൊടുക്കാറുണ്ട് കേട്ടോ. ഇതുവരെയായിട്ട് അങ്ങനെ മുഖത്ത് കുരുവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് വന്നിട്ട് നമ്മുടെ കടലപ്പൊടിയാണ്. കടലപ്പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടിയും പിന്നെ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമാണോ പാലാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം ഇത് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. ഏറ്റവും കൂടുതൽ നല്ലത് തൈരാണ് കേട്ടോ. തൈര് നല്ലതാണ് നമ്മൾ ഫേസിൽ തേക്കുന്നത്. പക്ഷെ തൈര് ഉണ്ടായിരുന്നില്ല. പാലാണ് വെള്ളമാണ് പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ.
അങ്ങനെ ഞാൻ ഫേസിൽ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. എൻ്റെ കഴുത്തിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പാക്ക് ഇടുമ്പോഴും ഞാൻ കഴുത്തിലും തേക്കാറുണ്ട്. ഇപ്പോൾ ആദ്യം തേക്കാതിരുന്നിട്ടാണ് ഈ ഒരു അവസ്ഥ വന്നത്. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഒരുപാട് വൈറ്റമിൻസ് ടാബ്ലറ്റ്സും അതുപോലെ തന്നെ ഹോർമോണൊക്കെ അങ്ങോട്ടും കൂടി ചേഞ്ച് ആവുന്ന സമയത്ത് അങ്ങനെ വന്നതാണ് കഴുത്തിൻ്റെ ബാക്കിൽ ആ ഒരു കറുപ്പ് കേട്ടോ. പക്ഷെ അത് പിന്നെ പോയിട്ടില്ല. കുറേ ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്കിൻ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ തേച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന മറ്റേ ഡോക്കിൻ്റെ ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ, അത് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ വാങ്ങണം. പിന്നെ അതാ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചുന്ദരിയായോ അങ്ങനെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊന്ന് കണ്ണ് എഴുതിയിട്ടുണ്ട്, എന്തോ കണ്ണ് എഴുതാൻ തോന്നി, അപ്പം അതുകൊണ്ട് അങ്ങനെ എഴുതിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് റെഡി ടൈമാണ് കേട്ടോ. അങ്ങനെ ഇന്നൊരു വിഭവസമൃദ്ധമായ സദ്യയല്ല ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചോറും രാവിലത്തെ സാമ്പാർ എടുത്തിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ കഷ്ണങ്ങളും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ രാവിലെ മക്കൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ട്, അതിൽ കുറച്ചുണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കൊരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾ ഫാദുക്കുട്ടീനെ പോയി കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാല്ലാ. ടാറ്റാ ബൈ ബൈ, സീ യു.